ഈ വർഷമാണ് വഖഫ് ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത്, രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായിട്ട് മാറിയത്. മുസ്ലിം സമുദായത്തിന്റെ ഒരു പ്രത്യേക സമുദായത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വഖഫ് എന്ന് പറയുന്നത്. അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് ആ സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി അത്തരമൊരു നിയമം, വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത്. ആ സംവിധാനത്തെ തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൊണ്ടുവന്നത്. അതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. എന്തായാലും ആ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല. തങ്ങൾ അധികാരത്തിൽ വന്നാൽ അതെടുത്ത് ചവിറ്റുകുട്ടയിൽ എറിയുമെന്നാണ് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന BJP ഈ ന്യൂനപക്ഷങ്ങളോട്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തോട് കാലാകാലങ്ങളായിട്ട് സ്വീകരിക്കുന്ന സമീപനത്തിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു വഖഫ് ബിൽ എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോഴും ഈ മുസ്ലിം സമുദായത്തെ അവഗണിക്കുന്ന ഒരു രാഷ്ട്രീയം അത് BJP തുടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിലവിൽ BJPയെ സംബന്ധിച്ച് ലോക്സഭയിലോ രാജ്യസഭയിലോ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു അംഗം പോലുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന നാമപത്രമായി ഉണ്ടായിരുന്നവരെയൊക്കെ തന്നെ പദവികളിൽ നിന്നെല്ലാം നീക്കം ചെയ്ത് മന്ത്രിസഭയിൽ നിന്നുമെല്ലാം മാറ്റി പൂർണ്ണമായിട്ടും ഒരു ഹൈന്ദവ പാർട്ടിയായിട്ട്, ഹിന്ദുക്കളുടെ മാത്രം ഒരു പാർട്ടിയായിട്ട് BJPയെ നരേന്ദ്രമോദിയും അമിത്ഷായും മാറ്റിയിട്ടുണ്ട്.